നോർട്ടൺ തിയറം ഉപയോഗിച്ച് വോൾട്ടേജ് അക്രോസ് എ ബി കണ്ടുപിടിക്കാനാണ്. ഇതാണ് സർക്യൂട്ട്. ആ 100 വോൾട്ടിൻ്റെ പോസിറ്റീവ് ടെർമിനൽ ബിയിലേക്കാണ് കണക്ഷൻ വരുന്നത്. ശ്രദ്ധിക്കും, 2 വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. അപ്പോൾ ആ വോൾട്ടേജ് അല്ലല്ലോ നമുക്ക് ആവശ്യമല്ലേ. ആദ്യം വേണ്ടത് വോൾട്ടേജ് അക്രോസ് കാണണമെങ്കിൽ ഈ ടു ടെർമിനൽ നെറ്റ്വർക്കിന് ഒരു വോൾട്ടേജ് സോഴ്സ് കറണ്ട് സോഴ്സ് പാരലൽ വിത്ത് എ റെസിസ്റ്റർ. ആ കറണ്ട് സോഴ്സിനെ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് അല്ലെങ്കിൽ തെവനിയൻ നോർട്ടൺ കറണ്ട് എന്നും ഈ റെസിസ്റ്റൻസിനെ നോർട്ടൺ റെസിസ്റ്റൻസ് എന്നും വിളിക്കുന്നു. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എ ബി എന്ന് പറഞ്ഞ ടെർമിനൽ ഷോർട്ട് ചെയ്യണം. ഷോർട്ട് ചെയ്താൽ അതിലൂടെ പോകുന്ന കറണ്ട് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് അല്ലെങ്കിൽ നോർട്ടൺ ഈക്വലന്റ് കറണ്ട്, നോർട്ടൺ സർക്യൂട്ടിലെ കറണ്ട്. ഇന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഒരു വോൾട്ട് എന്ത് ചെയ്യുന്നു, സൂപ്പർ പൊസിഷൻ തിയറം ഉപയോഗിക്കുന്നു. ആദ്യം ആ വോൾട്ടേജ് സോഴ്സ് നമ്മുടെ 50 വോൾട്ടേജ് സോഴ്സിനെ മാത്രം നിലനിർത്തുന്നു, 100 വോൾട്ടേജ് സോഴ്സിനെ റിമൂവ് ചെയ്യുന്നു ബൈ ഷോർട്ട്. അപ്പോൾ ഈ പോർഷൻ മുഴുവനും ഇല്ലാതെയായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഷോർട്ടാണ് ഇത്. ഓൾറെഡി 20 എന്ന് പറയുന്നത് 20ൻ്റെ ഈ ടെർമിനൽ ഇവിടെ ആണെങ്കിൽ ഈ ടെർമിനലിലൂടെ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇവിടെ ഇങ്ങനെ ഷോർട്ട് ആകുമ്പോൾ പിന്നെ 20 ഓമും ഇല്ല. അപ്പോൾ 50 ഓം മാത്രമായി മാറി, 2 പാരലൽ പാത്തായി. 50 ഓമിന് അക്രോസ് ഒരു 40ഉം ഒരു 50ഉം, രണ്ടിന് അക്രോസും 50 വോൾട്ട്. അപ്പോൾ 50 ഓമിലൂടെയുള്ള കറണ്ട് ഷോർട്ട് സർക്യൂട്ട് കറണ്ട്. 50 വോൾട്ട് മാത്രം ഉണ്ടാകുമ്പോൾ ഷോർട്ട് സർക്യൂട്ട് ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. കറണ്ട് ഫ്ലോ ത്രൂ ദി കറണ്ട് ഫ്ലോ ഷോർട്ട് സർക്യൂട്ട് ഡ്യൂ ടു 50 വോൾട്ട് ബാറ്ററി, 50 divided by 50 ohm, 1 ആംപിയർ ഫ്രം എ ടു ബി. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇതെല്ലാം ഷോർട്ടായി, ഇത് മാത്രമേ പെടുള്ളൂ. 2 പാരലൽ. ഈ സർക്യൂട്ട് വരച്ചാൽ മനസ്സിലാവും. ഈ സർക്യൂട്ടോട് കമ്പയർ ചെയ്താൽ ആർക്കും മനസ്സിലാവുന്നതാണ്. അടുത്തത് നമ്മൾ ആ 100 ഓമിനെ അവിടെ റിട്ടേൺ ചെയ്യുന്നു. 100 ഓം അല്ല അതെ 100 ഓം അവിടെ റിട്ടേൺ ചെയ്യുന്നു. 100 ഓം അവിടെ റിട്ടേൺ ചെയ്യുന്നു. 50 ഓമിന് ഷോർട്ട് വഴി കളയുന്നു. അപ്പോൾ ഇനി ശ്രദ്ധിക്കാനുള്ളത് 100 വോൾട്ട് എന്ന് പറഞ്ഞാൽ തല തിരിഞ്ഞാണ് കിടക്കുന്നത്. അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ISC" തിരിയും. ഇനി ഇതിപ്പോൾ 2 പാരലൽ പാത്ത്, ഇവിടെ ആണെങ്കിൽ ഷോർട്ടുമാണ്. അപ്പോൾ നിങ്ങൾ ഈ വോൾട്ടേജ് സോഴ്സ് തന്നെ നിലനിൽക്കും. ഈ ഓം ഉള്ളത് കൊണ്ട് വോൾട്ടേജ് സോഴ്സ് നിലനിൽക്കും. അപ്പം 100/50 ഇതിലൂടെ ഒഴുകുക. മനസ്സിലാവുന്നുണ്ടോ? 100/50 ഇവിടെ ഫുള്ളി ഷോർട്ട് ആയതുകൊണ്ട് മുഴുവൻ കറണ്ടും ഇതുവഴി മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കറങ്ങുള്ളൂ. ദാറ്റ് ഈസ്. പക്ഷെ കറണ്ട് പോകുന്നത് B to A ആണ്. ബിയിലേക്കാണ് പോസിറ്റീവ് ടെർമിനൽ ഉള്ളത്. എന്താ ഈ 50 ഓമിലൂടെ കറണ്ട് പോവാത്തത്? ഇവിടെ ഷോർട്ട് ആണെങ്കിൽ സ്വാഭാവികം അതല്ലേ കുറഞ്ഞ റെസിസ്റ്റൻസ് ഉള്ള പാത്ത്. അപ്പം നെറ്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ 1 ആംപിയറിൽ നിന്ന് 5 ആംപിയർ കുറച്ചതാണ്. കാരണം ഷോർട്ട് സർക്യൂട്ട് കറണ്ടിൻ്റെ ഡയറക്ഷൻ, അതായത് ഒറിജിനൽ 2 വോൾട്ടേജ് സോഴ്സ് നിലനിൽക്കുമ്പോൾ ഷോർട്ട് സർക്യൂട്ടിൻ്റെ കറണ്ടിൻ്റെ ടെർമിനൽ ഫ്രം എ ടു ബി ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് 1 ആംപിയർ മൈനസ് 5 ആംപിയർ ഈക്വൽ ടു -4 ആംപിയർ ഫ്രം ബി ടു എ. ഫ്രം ബി ടു എ എന്ന് എഴുതാനുള്ള കാരണം മൈനസ് ആയതുകൊണ്ടാണ്. ഒന്നുകൂടെ, ദാറ്റ് ഈസ്, ആദ്യമായിട്ട് നമ്മൾ നോർട്ടൺ ഈക്വലന്റ് സർക്യൂട്ട് വരയ്ക്കുമ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എയിൽ നിന്ന് ബിയിലേക്ക് കൺസിഡർ ചെയ്തിരിക്കണം. അതുകൊണ്ടാണ് എയിൽ നിന്ന് ബിയിലേക്കുള്ള ഫ്രം എ ടു ബി മാത്രമേ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ കിട്ടിയ ആൻസർ മൈനസ് ആയതുകൊണ്ട് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ബിയിൽ നിന്ന് എയിലേക്കാണെന്ന് മനസ്സിലായിട്ടുണ്ട്. 6 ആംപിയർ കറണ്ടിന് പകരം, അതായത് 1 ആംപിയർ പ്ലസ് 1 ആംപിയർ 6 ആംപിയർ കറണ്ടിന് പകരം 4 ആംപിയർ കറണ്ടേ ഉള്ളൂ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. നമുക്ക് അടുത്തത് നോർട്ടൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്, ഈക്വലന്റ്. അപ്പോൾ അതിലുള്ള 2 വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ഷോർട്ട് ചെയ്തു. ഇവിടെ വോൾട്ടേജ് സോഴ്സിന് റെസിസ്റ്റൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഭാഗം മുഴുവൻ അങ്ങ് ഷോർട്ടായിപ്പോയി.
പിന്നെ ഉള്ളത് ഒരു 50 ഓം നോക്കട്ടോ. 50 ഓം എന്ന് പറഞ്ഞാൽ ഇതുവഴി ഇങ്ങനെ അങ്ങോട്ട് കണ്ടാവും. 20 ഓം, 10 ഓം എല്ലാം പാരലലാണ്. എ ബിയിലൂടെ നോക്കുമ്പോൾ 1/10 പ്ലസ് 1/20 പ്ലസ് 1/50 വരും. ദാറ്റ് ഈസ് 0.17 വരും. 0.17 എന്ന് പറഞ്ഞാൽ 1/R ആണ്. എല്ലാം പാരലൽ. അപ്പോൾ 1/R 1/I ആണ്. സോ RI ആണ്. RI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/0.7 5.88 ഓം വരും. അപ്പോൾ നമ്മൾ റെസിസ്റ്റൻസും കണ്ടുപിടിച്ചു, അതേപോലെ തന്നെ കറണ്ടും കണ്ടുപിടിച്ചു, ഷോർട്ട് സർക്യൂട്ട് കറണ്ടും കണ്ടുപിടിച്ചു. തെവെനിൻ ഈക്വലന്റ് സർക്യൂട്ട് ആക്കി. ഈ രണ്ടും കൂടെ ഗുണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈ സർക്യൂട്ടിനെ മൊത്തത്തിൽ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? തെവെനിൻ ഈ ടു ടെർമിനൽ നെറ്റ്വർക്ക് 50 2 വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ഒരുപാട് റെസിസ്റ്റൻസ് ഉണ്ട്. ഇതെല്ലാം ഒഴിവായ സ്ഥിതിക്ക് -4 × 5.8 ദാറ്റ് ഈസ് 23.5 വോൾട്ടാണ്. നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റിംഗ് എ ഈസ് പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ബി ടെർമിനൽ ആണെന്ന് മനസ്സിലാക്കുക. താങ്ക് യു ഫോർ ഷോയിങ് the video.